ആരോടാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്? മുഅ്മിനീങ്ങൾ. ഓക്കെ അല്ലേ? ശരി, ഓക്കെ, നല്ല മറുപടിയാണ്. അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞത് ആരോടാ? മുഅ്മിനീങ്ങൾ. ഉറപ്പനല്ലേ? അത് ഉറപ്പിക്കും മനുഷ്യന്മാരെ. അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞ ആരോടാ? മുഅ്മിനീങ്ങളോടാണ്. നോമ്പെടുക്കാൻ പറഞ്ഞ മുഅ്മിനീങ്ങളോടാ. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓക്കെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുക്കാൻ പറഞ്ഞത് മുഅ്മിനീങ്ങളോടാണ് അല്ലേ? ആണല്ലോ അല്ലേ? അങ്ങനെയല്ലേ? മുഅ്മിനീങ്ങളോടാണ്. മുഅ്മിനാരാ? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തിൻ്റെ ഏതു കാര്യത്തെക്കാളും നബിക്ക് പ്രാധാന്യം കൊടുത്തവനെ ആരാകൂ? മുഅ്മിനാകൂ. ഖുർആൻ അഹ്സാബ് അധ്യായം 6-ാമത്തെ ആയത്ത്. അപ്പം അർത്ഥം വെച്ച് നോക്കി. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ, അർത്ഥം വെക്കി. അർത്ഥം വെക്കി. യാ അയ്യുഹല്ലദീന ആമനൂ അർത്ഥം വെക്കി. ഈ ആയത്ത് കൂട്ടി ഈ ആയത്തിനൊക്കെ അർത്ഥം വെക്കി. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് എന്തിനേക്കാളും പ്രധാനപ്പെട്ടത്? സ്വന്തം നഫ്സിനേക്കാൾ പോലും. സ്വന്തം നഫ്സിൻ്റെ എന്തും. എൻ്റെ നഫ്സിന് നരകം കിട്ടുന്ന ഒരു പണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ നോക്കലിനേക്കാൾ പോലും എനിക്ക് പ്രധാനം എന്താണ്? നബിയാണ്. എൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പണി ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നബി എന്നെ വിളിച്ചത്. ഞാൻ ആ പണി എടുക്കാണ്ടോ നബിൻ്റെ അടുത്ത് പോകാണ്ട്? ഞാൻ നബിക്ക് കൊടുക്കണം. കാരണം നരകമൊന്നും എനിക്കൊരു ചുക്കുമല്ല. എനിക്ക് നബി ചോദിച്ചത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അപ്പോൾ ഓൻ്റെ നരകത്ത് കിടക്കലോ ഓൻ്റെ സ്വർഗം കിട്ടലോ അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ ഒരു നേരം ബാക്കി കിട്ടുകയാണെങ്കിൽ ചെയ്താൽ മതി. ഓനെ ഉസല്ലി ഫർള ളുഹ്രി ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. ആ നേരത്തെ നബിയെ വിളിച്ചു. ഇനി ആകട്ടെ 4 റക്അത്തേ നേരമേ ഉള്ളൂ. അപ്പം നബി വിളിച്ചു. എന്താ വേണ്ടത്? നബിയോട് വിളിച്ചോട്ടെ, എൻ്റെ ളുഹ്ർ നിസ്കാരം കളയാവും, അതെന്തിക്കാൻ പാടുണ്ടോ? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന. ളുഹ്ർ കളയായാൽ നരകത്തിലാവൂലേ? ആയിക്കോട്ടെ, നരകത്തിലോ അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിക്കോട്ടെ. വിഷയം നരകമല്ല. ആരാണ്? നരകത്തിൽ നിന്ന് എൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്തലല്ല എനിക്ക് വിഷയം. എനിക്ക് എൻ്റെ നബിയാണ് വിഷയം. എൻ്റെ നഫ്സിന് നരകം കിട്ടുന്ന രക്ഷപ്പെടുന്നതല്ല എൻ്റെ വിഷയം. എനിക്ക് നബിയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഞാനീ പറഞ്ഞു കൂടി ആലോചിക്കും. ഒരാൾക്ക് ഇനി ആകെയുള്ളത് ളുഹ്ർ നിസ്കരിക്കാൻ 4 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് റക്അത്താണെങ്കിൽ തന്നെ വേഗം തക്ബീറത്ത് കിട്ടിയാൽ ളുഹ്ർ 4 റക്അത്ത് 4 മിനിറ്റ് കൊണ്ട് അവിടെ ഒപ്പിച്ച് തീർത്ത് കിട്ടും. അപ്പോഴാണ് എന്ത് ചെയ്തത്? അയാൾ സല്ലി ഫർള ളുഹ്രി 4 റക്അത്ത് മുതവജ്ജിഹൻ ഖിബ്ലത്തി അദാൻ ലൈലക അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നേരത്താണ് ഇവിടെ പറഞ്ഞു നബി വിളിച്ചു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നിസ്കാരക്കാരെ ശിക്ഷ കിട്ടുമല്ലോ. ഓൻ്റെ നഫ്സിന് ശിക്ഷ കിട്ടും അള്ളാൻ്റെ അടുത്ത് നിന്ന്. അതാണോ ഓന് വിഷയം? അപ്പം ആര് വിളിച്ചു? നീ വിളിച്ചു. ഞാൻ നിസ്കരിക്കാൻ വേണ്ടത് പോകാൻ വേണ്ട പോകണം. എന്ത് കഥയായ നരകം കിട്ടൂലേ? എന്ത് നരകം? എവിടുത്തെ നരകം? എവിടുത്തെ നരകം? എന്ത് നരകം? നരകൊന്നവനൊന്നുമല്ല. നരകം കിട്ടുന്ന ഓൻ്റെ നഫ്സിനല്ലേ. ഓൻ്റെ നഫ്സിനേക്കാൾ ഓനിക്ക് പ്രധാനം നബിയല്ലേ. മിൻ അൻഫുസിഹിം എന്ന് വ്യക്തമായി പറഞ്ഞില്ലേ? അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് നബിയെക്കാളും വലിയ ഒരാൾ ഒരു റമളാനും ഇല്ല, ഒരു ശഅബാനും ഇല്ല, ഒരു ശവ്വാലും ഇല്ല, ഒരു മുഹറം 10 ഇല്ല, ഒരു വലിയ നാളും ഇല്ല, ഒരു സംക്രാന്തിയില്ല. കണ്ടുള്ളത് വഹാബി വായനയാണ്. അവിടുന്ന് കുറച്ച് സാധനം അങ്ങോട്ട് കരക്കടിഞ്ഞു. സമൂസ പറയാം, ചട്ടിപ്പത്തിരി, സമൂസ, വത്തക്ക, ഇതൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ 10-30 കൊല്ലം അതിൻ്റെ അടിയിൽ കൂടെ ഓല കുറച്ച് നോമ്പും നിസ്കാരവും അതുകൊണ്ട് അടിഞ്ഞു.
അതാണ് സത്യം, നിങ്ങൾ സൗകര്യം. അപ്പോൾ അള്ളാഹ് നോമ്പ് വിൽക്കാൻ പറഞ്ഞാലോടാ, സ്വന്തം നഫ്സിനേക്കാൾ നബിക്ക് പ്രാധാന്യം നൽകുന്നവനാണല്ലോ ആര്? മുഅ്മിൻ. അള്ളാഹ് നോമ്പ് വിൽക്കാൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, സ്വന്തം നഫ്സിനേക്കാൾ നബിക്ക് പ്രാധാന്യം നൽകുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് ഫർളാണ്. ബാക്കിയുള്ളവർ വെറുതെ എള്ളുണങ്ങണത് എണ്ണക്കാണ്. എന്തിനാണ് കൂത്തൻ ഉണങ്ങുന്നത്? ചാകാൻ. എന്തിനാണ് കൂട്ടത്തിൽ കൂത്തൻ വെയിലത്ത് കിടക്കുന്നത്? ചത്തുപോകാനല്ലാതെ. എള്ളുണങ്ങിയാൽ എണ്ണിട്ടും, കൂത്തൻ ഉണങ്ങിയാലോ. മുഅ്മിന് നോമ്പ് പറ്റാൻ മതി. മുഅ്മിനാരാ? എടാ, ആണുങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ ഇതല്ല അതിൻ്റെ അർത്ഥം. ആണുങ്ങളുണ്ടെങ്കിൽ പറയടാ, ഇതല്ല അതിൻ്റെ അർത്ഥം. നമ്മളെ കുറെ തെറാവിയേരോ കണ്ട് ഇറങ്ങിക്കണല്ലോ ഇപ്പോൾ. മുഅ്മിനാരാ? ഹദീസ് വല്ല ആയത്ത അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നല്ലോണം ചിന്തിച്ചാണ്, നല്ലപോലെ ചിന്തിക്കും. അന്നബിയു, നബി ആയിട്ടുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ, അവരാണ് ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ പോലും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നബിയാണ്. അങ്ങനെയുള്ളവരെ ആരാകൂ? മുഅ്മിനാകൂ. അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ. അങ്ങനെയായിട്ടുള്ളവരെ യാ അയ്യുഹല്ലദീന ആമനൂ. അപ്പൊ എന്ത് സ്വന്തത്തെക്കാളും നബിക്ക് പ്രാധാന്യം നൽകുന്ന ജനങ്ങളെ കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളൊന്നുകൂടി കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അങ്ങനത്തെ ആളുകൾ പണ്ടുണ്ടായിരുന്നു. ഓല് നോമ്പൊച്ചിനു. ലഅല്ലക്കും തത്തഖൂൻ, ഓലൊക്കെ മുത്തക്കയായി, നിങ്ങൾ മുത്തക്കയാകാൻ നോക്കി, തിരിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആളുകൾ പണ്ടുണ്ടായിരുന്നു. ആദം അലൈഹിസ്സലാം, അത് നബിക്ക് പ്രാധാന്യം നൽകിയ ആളാ, മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയും